എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയി, ഒരു മാസം ആവുന്നു. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് എടുത്തത് ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു, വീഡിയോ കണ്ടിന്യൂ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ ജോലിക്ക് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ജോയിനിങ് എങ്ങനെയൊക്കെ ആയിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്തത്, അതുപോലെ തന്നെ ബാക്കിയുള്ള വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ അതുപോലെ എക്സാം നമുക്കറിയാം ഡിസംബർ 23 ഉണ്ട്, ജനുവരിയിൽ ഒരു റിപ്പോർട്ടറിൻ്റെ എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും തരണം എന്ന് കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം പിടിച്ചു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചാനൽ അതെൻ്റെ ഓണർഷിപ്പിലാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ആ ഒരു ഓണർഷിപ്പ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേറൊരാളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫാമിലി മെമ്പറാണ്, അപ്പോൾ അവരുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും കാര്യങ്ങളും മൊത്തത്തിൽ യൂട്യൂബ് ചാനൽ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോസ് എടുക്കുന്നു, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റൊരാളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ടൈം ഗ്യാപ്പ് വന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പോലെയല്ല, കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ലൈഫാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസിൽ 10 മണി തൊട്ട് 5 മണി വരെ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ രാവിലെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വന്നു കഴിഞ്ഞാലും അതിനുള്ള ഒരു സമയമേ ഉള്ളൂ. കൂടുതലായിട്ട് സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഏത് സമയത്തും വീഡിയോ ചെയ്യാം, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടൈം കുറേ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കുറച്ച് ടൈമിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് വീഡിയോസ് എടുക്കാൻ ഉള്ളൊരു ടൈം എന്ന് പറയുന്നത് ഞായറാഴ്ച, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് എത്രത്തോളം പറ്റും എന്നുള്ളത് അറിയില്ല, എങ്കിലും മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം. അപ്പോൾ അത് എപ്പോഴാണ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ അതിന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ അതിന് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എത്ര ഫോട്ടോ വേണം, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്, ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലായിട്ട് ഞാനത് മുഴുവൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇടുന്നതാണ്. ഇപ്പം ഞാനിത് പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓണർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കുക. പിന്നെ കുറേ പേര് പറയാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുമ്പോൾ ഒരു ഓണർഷിപ്പ് പാടില്ല, അതായത് യൂട്യൂബ് ചാനലിലെ ഓണർഷിപ്പ് പാടില്ല. അതുകൊണ്ടാണ് ഓണർഷിപ്പ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും 5 വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ നടത്തി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുറച്ചൊരു വിഷമമാണ്. അതുകൊണ്ടാണ് പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നത്. പിന്നെ അതുപോലെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും പോകണം എന്നുള്ളത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുറേ പേരൊക്കെ ഈ ഒരു ചാനലിനെ ആശ്രയിച്ചിട്ടായിരിക്കും PSCൻ്റെ നോട്ടിഫിക്കേഷനും ഷോർട്ട് ലിസ്റ്റും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് വരുന്നതൊക്കെ അറിയുന്നത്. ചാനലിനെ ആശ്രയിച്ചിട്ടായിരിക്കാം, അല്ലാതിരിക്കാം, എന്നാലും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജോലിക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡിസ്ട്രിക്റ്റ് ഓഫീസ് വയനാട്ടിൽ ടൈപ്പിസ്റ്റായിട്ടാണ് ഞാൻ. അതായത് ഈ ഗവൺമെൻറ് സർവീസിൽ കയറിയതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു വർക്കിന് പോകുന്നത്. ഇതിന് മുന്നേ ആയിട്ട് ഞാനൊരു പ്രൈവറ്റ് ജോബോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ PSC മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പഠനം കഴിഞ്ഞു, പിന്നെ PSC കണ്ടിന്യൂ ചെയ്തു, അതുപോലെ യൂട്യൂബ് ചാനൽ നടത്തി എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. അതെങ്ങനെ പറയണമെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും അത് സത്യം പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ടും നമ്മളോട് ഒരിക്കൽ പോലും സംസാരിക്കാത്ത ആൾക്കാർ പോലും ഇപ്പോൾ വന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മളെ കുറേ പേര് തിരിച്ചറിയുന്നുണ്ട്. ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒന്നും അല്ലാത്ത ഒരു ലെവലിൽ നിന്ന് ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്, ഒരു വ്യക്തിക്ക് വരുന്ന മാറ്റങ്ങളാണ്.
ഓക്കെ, അതെന്ന് പറയുന്നത് അത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ പോവുകയാണെങ്കിലും, ഞാനിപ്പോൾ പറഞ്ഞല്ലോ വർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇതിൽ ഇപ്പോൾ ഓഫീസിൽ മെയിനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലുള്ള ലെറ്റേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു DTP മലയാളത്തിൻ്റെത് 3 മാസം കോഴ്സ് പഠിച്ചിരുന്നു. പക്ഷേ അത് പഠിച്ചിട്ട് കുറേ ആയിരുന്നു. എങ്കിലും നമുക്ക് ആ ഒരു മലയാളം ടൈപ്പിംഗ് അത്രത്തോളം അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ പോയിട്ട് ഈ ഒരാഴ്ച കൊണ്ടാണ് ഞാനതൊക്കെ ശരിയാക്കിയെടുത്തത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ മലയാളം ടൈപ്പിംഗ് നിർബന്ധമാണോ, അല്ലെങ്കിൽ ISM ആണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വളരെ കുറവാണ്. പിന്നെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുക, പിന്നെ ഓഫീസ് ചെയ്യാനുണ്ടാവും. പിന്നെ ഓരോ ഓഫീസിലും ഓരോ ഡ്യൂട്ടീസ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, മെയിനായിട്ട് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഒരു ISM എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മലയാളം ടൈപ്പിംഗ് പഠിച്ചെടുത്തു. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ എന്ന് പറഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അവിടെയുള്ള ഓഫീസർ ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിലൊരു സഹകരണമാണ് തരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വർക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ അവർ മാക്സിമം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരും. നമ്മുടെ കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് പറയാനുള്ളത്. അപ്പോൾ വർക്കിന് വലിയ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അറിയില്ലെങ്കിലും നമുക്കത് പറഞ്ഞു തരും. അതുപോലെ തന്നെ കൂടെ നിന്ന് ചെയ്തു തരുന്ന ആൾക്കാരാണ്. അത് ഇപ്പോൾ ഏകദേശം വർക്കൊക്കെ പഠിച്ചു, പക്ഷെ മുഴുവനായിട്ട് പഠിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമുക്ക് അതുപോലെ തന്നെ RTIനുള്ള റിപ്ലൈസ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഓഫീസ്, പിന്നെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുക, പിന്നെ പ്രിൻ്റ് എടുക്കുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, സ്കാൻ ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ ഓഫീസിലും വ്യത്യാസം വരും, ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതനുസരിച്ചിട്ടും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഇത്രയൊരു എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നല്ലൊരു മൈൻഡോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ വർക്കിനാണെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ വർക്കുകളും കറക്റ്റായിട്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ വിചാരിച്ച വർക്കുകൾ, അതല്ലെങ്കിൽ നമുക്ക് വരുന്ന വർക്കുകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മനസ്സമാധാനം അതൊരു വേറെ തന്നെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും നല്ല സേഫായിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിയേണ്ട കാര്യങ്ങൾ ആണിത്. അപ്പോൾ നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു 5 വർഷം 6 വർഷം ഞാൻ ഇതിന് പുറകെ നടന്ന് ആ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വർക്ക് നന്നായിട്ട് തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ഓരോ ദിവസവും തരുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാർ നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ സാറും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിലും അത് പഠിച്ചെടുക്കാനുള്ള ഒരു സമയം തീർച്ചയായിട്ടും തരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വർക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആരാണെങ്കിലും അതായത് ഇപ്പം വർക്ക് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ കൂടെയുള്ള ആൾക്കാരും ഇതുപോലെ ഗവൺമെൻറ് സർവീസിൽ വന്നിട്ടുള്ളവരായിക്കോട്ടെ, കോൺട്രാക്റ്റായിട്ട് വന്നിട്ടുള്ളവരായിക്കോട്ടെ, ആരാണെങ്കിലും അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും, അത് ഉറപ്പാണ്. ഒരാളും നമുക്കങ്ങനെ പറഞ്ഞു തരാതിരിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അതായത് ഈ വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഡൗട്ട് തോന്നാം, ഗവൺമെൻറ് സർവീസിൽ കയറി അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ നടത്തുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളത് സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് പറ്റുന്നത്രത്തോളം വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പം OC ടേണിലാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ നേരത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും OBCക്കുള്ള റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റോ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാത്തത് കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല.
അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. മാക്സിമം അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഗവൺമെൻറ് ജോലി തീർച്ചയായിട്ടും നേടാൻ കഴിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.